വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗൈസ്. ഇപ്പോൾ 2 ദിവസം നമുക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക് ഇല്ല, കാരണം ഇന്ന് നമ്മൾ ഓഫീസിൽ പോയില്ല. അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ പോകാൻ ഞാൻ സിക്ക് ലീവ് എടുത്തോട്ടെ. എനിക്ക് അത്ര സുഖമില്ല, അപ്പോൾ ഞാനൊരു സിക്ക് ലീവ് എടുത്ത്. കാരണം സിക്ക് ലീവ് എടുക്കാണ്ട് ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് 3-4 ദിവസം സിക്ക് ലീവ് എടുക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ നല്ലൊരു ബോഡി പെയിൻ തോന്നിയപ്പോൾ തന്നെ ഞാനൊരു സിക്ക് ലീവ് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സിക്ക് ലീവിന് ആപ്ലിക്കേഷൻ അയക്കുന്നതേ ഉള്ളൂ. രാവിലെ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചായിരുന്നു, ഇന്ന് ഞാൻ ലീവാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഒന്ന് എണീച്ച് ഒരു ചെറിയൊരു കട്ടനൊക്കെ കുടിച്ചിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നതേ ഉള്ളൂ. അപ്പം എന്നാലും മുന്നേ ഒക്കെ ഞാൻ സിക്ക് ലീവാണ് എങ്കിൽ കംപ്ലീറ്റ്ലി ലീവാണ്, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല, ലാപ്പ് തുറക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പം എന്തോ അത് പറ്റുന്നില്ല. കാരണം 1-2 മേജർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സാറ്റർഡേ സൺഡേ ഞാൻ വർക്കിംഗ് ആയിരുന്നു, വീട്ടിലിരുന്ന് തന്നെയായിരുന്നു വർക്കിംഗ്. സാറ്റർഡേ ഓഫീസിൽ പെസ്റ്റ് കൺട്രോളിൻ്റെ ഒരു ചെറിയ ഇതുള്ളതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്തത്. വീട്ടിൽ എക്സ്ട്രാ ഒരു മോണിറ്റർ ഉണ്ട് എനിക്ക്, അപ്പോൾ എനിക്ക് ലാപ്പ് മോണിറ്ററും കൂടെ കണക്ട് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ സാറ്റർഡേ ഒരു 3:45 വെളുപ്പിന് ഒരു 3:45 4:30 വരെയൊക്കെ ഇരുന്നായിരുന്നു. എൻ്റെ കൂടെ നിയാസ്മോനും ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് സൺഡേ ഓഫർ അയച്ചു നമ്മൾ. പക്ഷേ എനിക്കത് കണ്ടിന്യൂസ് നമ്മൾ സ്ട്രെസ് ഇല്ലാതെ, കാരണം അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഒരു കംപ്ലീറ്റ്ലി സാറ്റർഡേ എന്ന് പറയുന്ന ഫുൾ ഓണായിരുന്നു. രാവിലെ 6:30 എണീച്ചു. 6:30 എണീച്ചിട്ട് ക്ലാസ്സിന് പോയി തിരിച്ചു വന്നു. പിന്നെ വർക്ക് ചെയ്യാനിരുന്നു. പിന്നെ അതിനിടയിൽ ഒരു റെസ്റ്റും ഇല്ലായിരുന്നു, കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിരുന്നു. പിന്നെ അന്ന് വെളുപ്പിനൊരു 4 മണി ടൈം വരെ നമ്മൾ വർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ആ ഒരു സമയമായപ്പോൾ ഉറങ്ങി. എനിക്കൊന്ന് നിൽക്കുക സുബഹി നിസ്കരിച്ചിട്ട് ആ ഒരു ടൈം നമ്മൾ ഉറങ്ങി. പിന്നെ പിറ്റേന്ന് ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ എണീച്ചു, വീണ്ടും വർക്ക് ചെയ്തു. ഉച്ചയൊക്കെ ആയപ്പോൾ ഓഫർ അയച്ചു. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇപ്പോൾ റെസ്റ്റ് എടുത്തു. പിന്നെ വീണ്ടും എഗെയിൻ തിങ്കളാഴ്ച തൊട്ട് ഓഫീസിൽ പോയി. അപ്പോൾ ഇന്നലെ ഓഫീസിൽ പോയിട്ട് എനിക്ക് ആക്ച്വലി അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഈവനിങ് എന്തോ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നൊരു ബോഡിക്ക് റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം. പിന്നെ നമ്മുടെ ഫുഡ് ഇന്നലെ കുറച്ച് ലോ ആയിരുന്നു, അതൊക്കെ കൊണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഒരു സിക്ക് ലീവ് എടുത്തു. ബോഡി പെയിൻ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇക്കാക്കൊന്ന് കുറച്ച് ആവശ്യമായിട്ട് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ പുള്ളി ഇന്നുണ്ട് വീട്ടിൽ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഇപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്ക് ലീവിൻ്റെ ആപ്ലിക്കേഷൻ അയക്കുക, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എന്തുണ്ട് വിശേഷം? നമുക്കൊരു മേജർ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നലെ അത് നോട്ടീസ് ചെയ്തു. പക്ഷേ ഞാനത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ, ഇങ്ങനെ ഒരു വയ്യാകെ എക്സ്പെക്ട് ചെയ്തതല്ല. ഇൻഷാല്ലാ നാളെ ഓക്കെ ആണെങ്കിൽ ഞാൻ നാളെ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം നമ്മളൊരു 1 hour കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ 11:30 ആയി, 11:20 അപ്പോൾ നമുക്ക് എന്നെ ഒരു അഡ്വൈസ്, ഇപ്പോൾ ഗിംബൽ എടുത്ത് ചെയ്യാത്ത എന്താ ലോ ആംഗിൾ എന്തിനാണ് ചെയ്യുന്നത്? ഇതിനകത്ത് ഇപ്പോൾ പനിയായിട്ട് എന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ നല്ല ഗ്ലോ ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഗ്ലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നല്ല ചെപ്പക്കാരുടെ കണ്ണൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഈ ലുക്ക് കൊള്ളാമോ എന്ന് എല്ലാവരും കമൻറ്റ് ബിലോ ഗൈസ് ഉണ്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം. ആക്ച്വലി എൻ്റെ പനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദേഹമെല്ലാം ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സൗണ്ടിനൊരു എനിക്ക് ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് നന്നായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ പനിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൈലൻ്റാണ്. കാരണം പണ്ടൊക്കെ പനിയായി കഴിഞ്ഞാൽ എനിക്ക് പനിയാണെന്ന് എങ്ങനെയാണ് ഷെമിയൊക്കെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു പാട്ട് പാടും. ഇപ്പം എൻ്റെ ആ ഒരു പൊന്നാശി ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ പനിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഭയങ്കര പാട്ടുപാടലാണെന്നാണ് ഉമ്മ പറഞ്ഞത് എൻ്റെ അടുത്ത്. പണ്ട് എനിക്ക് പനിയായി കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഞാൻ പനിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. എനിക്ക് വീട്ടിലിരിക്കുന്ന എനിക്ക് പണ്ട് ഇഷ്ടമല്ല. അത് ഏത് സിറ്റുവേഷനിലായാലും എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരിക്കണം. എപ്പോഴും എന്നെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നത് എനിക്കിഷ്ടം. അപ്പം ഇങ്ങനെ പനിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നാലും ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് പാടും. എനിക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ
മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി ആയിക്കഴിഞ്ഞാൽ നോർമലി ഞാൻ പൊന്നുമാടം മുതുകുമ്പുറത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് പനി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷം മാറി. അതായത് കുറച്ച് സൈലൻ്റായി. പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കും. അപ്പം എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. അനാവശ്യമായ മോട്ടിവേഷനാണ്. പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കരുത്, പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അനാവശ്യം, എനിക്ക് ശരിക്കും തീരെയും വയ്യെങ്കിൽ പോലും എന്നെ ചുമ്മാ എടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോകും അങ്ങ്. എന്നിട്ട് അങ്ങനെ അതായത് നമ്മുടെ കല്യാണം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബർ ആ ഒരു സമയത്ത് എനിക്കൊരു പനി വന്നു. ആ പനി വന്ന സമയത്ത് തണുപ്പത്ത് പുറത്ത് പോയിട്ട് എനിക്ക് ആ പനി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കൂടി. കാരണം എന്നാൽ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ഓക്കെ, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്നാലും നമുക്ക് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ 1-2 സാധനങ്ങൾ വാങ്ങണം. കഴിഞ്ഞ വട്ടത്തെ നമ്മളെ പർച്ചേസിൻ്റെ ആ ഒരു ഫ്രൈഡേ വ്ളോഗ് ഇട്ടില്ലേ, അതിൽ ഷട്ടപ്പ്, ഞാൻ പറയുന്നത് ഞങ്ങൾ കേട്ടാൽ മതി കേട്ടല്ലോ. ഇതെങ്ങാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോണ്ടല്ലോ ഇടിക്കും ഞാൻ. അല്ല, നവംബറാ, ഓഗസ്റ്റ് സെപ്റ്റംബർ. എന്നാ എനിക്കത് സമയം ഓർമ്മയില്ല. പക്ഷെ നീ എന്നെ കൊണ്ടുപോയി, എനിക്കറിയാം. എനിക്ക് പനിയായി. എന്നിട്ട് അത് പറഞ്ഞപ്പോഴാ എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം എഡിറ്ററിനെ കാണാൻ വേണ്ടി നിയാസ്മോനെ കാണിക്ക്, പിന്നെന്താ നിക്കായെ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബേസിക്കായിട്ട് ഞാൻ ഈ മനുഷ്യനെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാത്തതല്ല. ആക്ച്വലി ഹീസ് ഷൈ. പുള്ളിക്ക് വരാൻ ഭയങ്കര നാണക്കേടെന്ന് അതിനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ബട്ട് പുള്ളി എന്താ അതിന് വില്ലിങ് അല്ല. പുള്ളി പറയുന്നത് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ഞാൻ ഓക്കെ ആകുമ്പോൾ ഞാൻ വന്നോളാന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇക്കാക്ക് എന്തോ ഇക്ക പറഞ്ഞത് വെച്ചാൽ ഇക്കാക്ക് ഇപ്പം നമ്മൾ റീലൊക്കെ ചെയ്യാൻ വിളിക്കുമ്പോഴേ ഇക്ക പറയുന്നത് ഇക്ക ഡാൻസ് ചെയ്യും. ഓക്കെ, അതിന് പുള്ളി ഓക്കെയാണ്. എല്ലാം നമ്മൾ ഡയലോഗ് ഡെലിവറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഇക്ക പറയുന്നത് വെച്ചാൽ ഇക്കൊക്കെ അത് പറ്റില്ല എന്നാ. ഞാൻ പറ്റുമെങ്കിൽ പുള്ളി അറിയാണ്ട് ഒരു ദിവസം ഞാനും കൂടെ ചെയ്തൊരു റീല് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിന് വഴിയില്ല. കാരണം എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ പുള്ളിയാണ്, YT സ്റ്റുഡിയോ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ വരില്ല. പുള്ളി ഞാൻ അപ്ലോഡ് ചെയ്താലും ഡിലീറ്റ് ചെയ്ത് കളയും. അത് അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് അതൊരു സാധ്യതയില്ല. പക്ഷെ എന്തെങ്കിലും ഇൻഷാല്ലാ ഞാൻ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഇക്കാക്ക് അതുകൊണ്ടാണ് ഒരു ഇത്. പക്ഷേ എന്നാലും ഇങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും പറയുന്നതിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും സൈഡിലൊക്കെ ഇരുന്നിട്ടൊക്കെ കമൻറ്റ് പറയും കേട്ടോ. അപ്പം നിങ്ങൾ നിയാസ് ഫാൻസ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാത്തതല്ല, പുള്ളി വരാത്തതാണ്. നിങ്ങൾ വേണമെങ്കിലൊക്കെ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് കൺവിൻസ് ചെയ്തോ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ വരില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു ആളുടെ സുബിൻ ഷാദ് പറഞ്ഞൊരു പുള്ളിയുടെ കമൻറ്റിന് താഴെ റിപ്ലൈ ചെയ്ത് കണ്ടില്ല, നോക്കിയിരുന്നോ എന്നും പറഞ്ഞിട്ട്. അതാണ് സെയിം സിറ്റുവേഷൻ. ഞാൻ കൊണ്ടുവരാത്തതല്ല കേട്ടോ. നിങ്ങൾ എന്നെ ദുഷ്ടമായിട്ടൊന്നും അങ്ങനെ പിക്ചറൈസ് ചെയ്യില്ല. പുള്ളി വരാത്തതാണ് ആക്ച്വലി. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും കാണാൻ കഴിയും. ഞാനിപ്പോൾ സിക്ക് ലീവിൻ്റെ ഇത് അയച്ചു കഴിഞ്ഞു, മെയിൽ ഫോർവേഡ് ചെയ്തു. ഇനിയും ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് നമുക്ക് പുറത്ത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം. പക്ഷേ ഇപ്പോൾ ഒരു 11:30 ഒരു 1 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ചൂടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ എനിക്ക് കോളായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ മറന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുന്നതാണ്. നമ്മൾ നോർമലി ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഓർക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പക്ഷെ ഇവിടെ ഇപ്പം റൈസും പിന്നെ കുറച്ച് ഫ്ലോറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ അത് നോട്ടീസ് ചെയ്തേ. അപ്പോൾ അതും കൂടെ വാങ്ങണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലും പിന്നെ ആ ഒരു ഇതും, പിന്നെ എൻ്റെ മുടിയിലിടാനൊരു ക്ലിപ്പ്, എൻ്റെ ഒരു കുറച്ച് സാധനങ്ങൾ ഒടിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങണം. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പനി മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നാളെയും സിക്ക് ലീവ് ആയിരിക്കാനാണ് സാധ്യത. മാറണം, കാരണം എനിക്ക് കുറച്ച് അർജൻറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ഇറങ്ങി. ഇപ്പം സമയം എത്രയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിയായി. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഒരിടത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഒരു 1:30 ടൈമിൽ അവിടെ കയറണം. നമ്മളിവിടുന്ന് നേരെ ഇതിന് വേണ്ടി പോയിട്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്? ഇവിടുത്തെ ആസ്റ്ററിലാണോ പോകുന്നത്? ഓക്കെ, ആസ്റ്ററിലാണ് പോകുന്നത്. അയ്യോ, ഞാൻ എൻ്റെ എമിറേറ്റ്സ് ഐ ഡി എമിറേറ്റ്സ് ഐ ഡി എടുത്തു പോയി. അപ്പം
ഒരു കുട്ടപ്പനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം കട അതിന് വേണ്ടി പോകണം, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ പർച്ചേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന് വേണ്ടി കയറിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് അത്രയും നേരം എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ടാക്സിയിലാണ്, അപ്പോൾ നമ്മൾ ടഫ്സയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അൽത്തവാർ 4 അങ്ങനെയൊക്കെ കറങ്ങിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ബെറ്ററായി വന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തോ വീണ്ടും ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. നമുക്കപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടുത്തെ ഒരു റൂമിലാകട്ടെ അവിടെ വർക്കിൻ്റെ എന്തോ റിലേറ്റഡ് കാര്യം. അപ്പോൾ നമുക്ക് എന്നോട് ഇവിടെ താഴെ ഇരിക്കാനേ പറഞ്ഞു, പക്ഷേ എനിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് നാട്ടിലുണ്ട്. പുറത്തൊക്കെ കാണാൻ പറ്റും ഗൈസ്. ക്യൂസൈസ് ഡഫ്സ ഏരിയ എന്തോണം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുറകെ കണക്കൊള്ളാം. ഓക്കെ, ഇവിടെ അടുത്തെന്തോണം അഷ്ടമുടി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കൽ ഞാൻ അഷ്ടമുടിയിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അഷ്ടമുടി ബ്യൂട്ടി സലൂൺ. ഇവിടെ മറ്റൊരു ചെറിയൊരു പാസേജാണ് ഉണ്ടോ. അപ്പം ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഭയങ്കരമായിട്ട് എക്കോ വെക്കും തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം എടുക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ എണീച്ചിട്ട് കാക്ക എന്തോ ചെറിയ വർക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു, റസ്ക്കൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വല്ലതും കഴിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ കഴിക്കണം. കാരണം എന്തായാലും അവർ വൈറ്റൽസ് ചെക്ക് ചെയ്യും. അപ്പോൾ പിന്നെ കഴിക്കാതെ പോയാൽ പിന്നെ BP ഒക്കെ ലോ ആയിട്ടേ കാണിക്കുകയുള്ളൂ. പിന്നെ അവർ ചുമ്മാ ആവശ്യമില്ലാതൊക്കെ ട്രിപ്പൊക്കെ ഇടും. എനിക്കതൊന്നും വയ്യ. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഇപ്രാവശ്യം നമ്മൾ ആസ്റ്ററിലല്ല കേട്ടോ വന്നത്. കാരണം നമ്മൾ ക്ലിനിക്കിലാണ് വന്നത്. ഇവിടെ എനിക്ക് ആദ്യമായിട്ടാണ് ഇവിടെ ഫയൽ ഓപ്പൺ ആക്കാനൊക്കെ അങ്ങനെ കുറച്ച് സമയം പോയി. അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. ആസ്റ്റർ ഇവിടെ അടുത്ത ആസ്റ്ററിൽ പോകണമെങ്കിൽ കുറേ പോകണം. ഈ ചൂടത്തൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വിചാരിച്ചു. വയസ്സ് ഇവിടെ വന്നപ്പോൾ അവരെനിക്ക് മാസ്കൊക്കെ തന്നു, പനിയൊക്കെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നോളാൻ വയ്യ. നല്ല ക്ഷീണം ആകപ്പാടെ. ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പം ആകപ്പാടെ ക്ഷീണം, തലയൊക്കെ ഭയങ്കര വേദന. അപ്പോൾ എന്തായാലും മരുന്ന് വാങ്ങാതെ പോയി കഴിഞ്ഞാൽ നാളെയും ഈ സെയിം അവസ്ഥയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കയറി വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തോന്നാലും ആസ്റ്ററിലായിരുന്നു പോകുന്നത്. പക്ഷെ കാരണം ആസ്റ്ററിൽ ഞാൻ വന്നത് തൊട്ട് ആസ്റ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബാക്ക് മെഡിസിൻ ഏതാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കപ്പോൾ അത് നോക്കിയാൽ മതി. ഞാനൊരു ചെറിയ പനിക്ക് വന്നേ. അവരാണെങ്കിൽ കുറേ ബ്ലഡൊക്കെ എടുത്ത് അവരിടുന്ന മറ്റില്ല ടെസ്റ്റ് ട്യൂബിൽ 4 ബോട്ടിൽ, ഇത് 4 അല്ല കേട്ടോ, ഒന്നും കൂടെ ഉണ്ട്, 4 ബോട്ടിൽ അവരെടുത്ത് പിന്നെ സ്വാബ് എടുത്തു. അവർ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നാളെ റിസൾട്ട് പറയാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കി കേട്ടോ. ഇപ്പം എനിക്ക് ഇച്ചിരി നല്ല ഇവിടെയൊക്കെ തലവേദനിക്കുന്ന പോലെ എനിക്ക്. ഇവിടെ ഒരു ചെക്കനുണ്ട് കേട്ടോ, ഒന്ന് കാണിച്ചേക്കവന്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ഒരു കുരുത്തക്കേടുമില്ല. മാഷാഅല്ലാ. എന്തിനാ ചിരിക്കുന്നത് അറിയോ? തള്ളയെ സൂചി വെക്കും, അതിനാ ചിരിക്കുന്നത്. അയ്യോ, നേരത്തെ അവിടുത്തെ ഒരു ബാർകോഡൊക്കെ എടുത്തിട്ട് ഫോൺ വിളിക്കുന്നത് നീ കണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ സ്വാബ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ത്രോട്ടിൽ ഒരു ചെറിയൊരു നല്ല വേദന പോലെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു സ്വാബ് എടുത്തിട്ട് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വീട്ടിൽ പോയെന്ന് കിടന്നാൽ മതി. ഇനി സാധനം വാങ്ങാൻ പോകണം നോക്കാം. ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വഴക്കുറയരുത്. നമുക്കിവിടെ ഒരു ബെസ്റ്റ് സോൺ ഉണ്ട്, എന്നാൽ അവിടെ പോയി വാങ്ങാം. ഡീലാണോ? ഞാൻ കട്ട് ചെയ്യും. കട്ട് ചെയ്താൽ ഞാൻ കട്ട് ചെയ്യും. ഇവിടെ ബെസ്റ്റ് സോൺ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോകാം. അല്ലെങ്കിൽ കുറേ അടുത്ത് കയറി ഇറങ്ങേണ്ടി വരും. പുള്ളി വേറെ ഏതോ പാരലൽ വേൾഡിലാണെന്ന് തോന്നുന്നു. സാധനം വാങ്ങാൻ പോകാം. നമുക്കിവിടെ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നമ്മളെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ,
മോനെ ഞാൻ വിളിച്ചപ്പോൾ അവനവിടെ പോയി മാറിയിരിക്കും കേട്ടോ. നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടെ ലൈഫിൻ്റെ ഫാർമസിയാണ്, അവിടെ വന്നിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു. ഇനി എനിക്ക് പോയി കിടന്ന് ഉറങ്ങാനുള്ള ആ ഒരു ഇതേ ഉള്ളൂ, എനിക്ക് കൂടുതലൊന്നും വയ്യ. പുള്ളിക്കാരതിനൊരു ട്രിപ്പാക്കി എടുത്തു. അവിടെ എൻ്റെ മറ്റേ സ്വാഗൊക്കെ എടുക്കുന്ന സമയത്തും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പുള്ളി ചില്ലിങ് പുറത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ കേട്ടോ. എനിക്കൊന്ന് കിടക്കണം. ഒരു ദിവസം തീർന്നു. എൻ്റെ വാച്ച് അവിടെ, ഞാനവിടെ ബാഗ് മറന്നു വെച്ചിട്ട് പോയി. ഡോക്ടറിനെ കാണാൻ വേണ്ടി എണീച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ ഇക്കടയിൽ ഫോൺ കൊടുത്തിട്ട് എൻ്റെ ബാഗ് സൈഡിലായിരുന്നേ. ഞാൻ അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ എണീച്ചു. അപ്പോഴത്തേക്കും അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തോ മിസ്സിങ് പോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗ് എവിടെയെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വൈറ്റൽസ് എടുക്കാൻ കയറിയെടുത്തെങ്ങാണം വെച്ചിട്ട് വന്നതാന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല. അപ്പം ആ നേഴ്സ് ഒരു മലയാളിയാണ് കേട്ടോ, പുള്ളിക്കാരത്തി എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന ആ ഒരു സീറ്റിലുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഇപ്പോൾ മെഡിസിൻ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്നാവും, നോർമലി എനിക്ക് പെട്ടെന്നാവാറുണ്ട്. അപ്പോൾ ഇവിടെയും പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ലൈഫിലും ഇവിടെയൊക്കെ വരുന്ന, എപ്പോഴും ഞാൻ ആസ്റ്ററാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല. മഗ്നീഷ്യം ടാബ്ലറ്റ് ഉണ്ട്. ഞാൻ മഗ്നീഷ്യം ഇതിന് മുന്നേ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നീട് ഇടയ്ക്ക് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ മഗ്നീഷ്യം ഉണ്ട്, അവർ മഗ്നീഷ്യം ആഡ് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ ഡി ആഡ് ചെയ്തു. എന്നിട്ട് അവർ ബ്ലഡ് റിസൾട്ട് കണ്ടിട്ട് അവർ ബാക്കി ആൻറ്റിബയോട്ടിക് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരല്ലാതെ മാക്സിജസിക് ഓൾറെഡി നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിജസിക് വേണ്ടെന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി സാധനവും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് കിടക്കണം. പിന്നെ ഒന്ന് കുളിച്ചാലൊക്കെ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുമോയെന്ന് അറിയില്ല, വയ്യ. നാളെ ഓഫീസിൽ പോകണം. മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട്. നാളെ ഓഫീസിൽ പോകണതിനുവേ നമ്മൾ മെഡിസിൻ വാങ്ങിച്ച് ഇറങ്ങി കായ്സ്. ഇനി നമുക്ക് വെസ്റ്റ് ഫോറിൽ കയറി നമുക്ക് എന്താ പറയുക, വെസ്റ്റ് സോണിൽ കയറിയിട്ട് സാധനം മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് 62A ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നമുക്ക് നമ്മുടെ ആ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ 62A ഉണ്ട്, 62A ഇവിടുന്ന് ഡയറക്റ്റ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളൊരു വെസ്റ്റ് ഫോറാട്ടോ. അതിനിടയിൽ ഇപ്പോൾ കയറിയിട്ട് പെട്ടെന്ന് സാധനം എടുക്കാം. ഉള്ളത് ജസ്റ്റ് ഓർമ്മയുള്ളതെല്ലാം ജസ്റ്റ് എടുത്തുകൊണ്ട് ഇറങ്ങാം, കാരണം കുഴഞ്ഞ് വീട്ടിൽ പോകണം. നമ്മൾ മാവ് ലൂസ് നോക്കാം. നമ്മൾ അരി മേടിച്ചു ഗൈസ്, മട്ട റൈസാണ്. നമ്മളൊരു 3 kg മേടിച്ചു. നമുക്ക് അരിയല്ലല്ലോ, ഇനി ഗോതമ്പ് മാവല്ലേ, നമുക്ക് വീറ്റ് ഫ്ലോർ നോക്കാം. നമ്മുടെ കയ്യിൽ ഇരുന്ന മാവ് തീർന്നു. ഗോതമ്പ് മാവ്, നമ്മൾ ആകെ ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന 2 സാധനം കേട്ടോ, ഗോതമ്പൂട്ടും ഗോതമ്പ് ദോശ. ഈ 2 സാധനവും നാട്ടിൽ വെച്ചിട്ട് ഷെമി ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും വേണ്ടാത്ത 2 സാധനങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അതിന് ഭയങ്കര ഇതാ കേട്ടോ. ഓ ഇതെവിടെയാന്ന്, ഇവിടെയാന്ന് തോന്നുന്നു. ഇവിടെ അല്ലേ, വെറുതെ കിടന്ന് കറങ്ങി. അവിടുന്ന് നേരെങ്ങ് വന്നാൽ മതിയായിരുന്നു. ചോദിക്കുന്നു, അവിടുന്ന് നേരെങ്ങ് വന്നാൽ മതിയായിരുന്നു. അയ്യോ ഇത് 5 കിലോ ഒക്കെ ആണല്ലോ, ഇതെന്തിനാ 5 കിലോ ഒക്കെ എടുത്തത് എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ നമുക്ക് നമ്മളെ ഫൈനാൻഷ്യൽ കൺട്രോളർ സീനിയർ കൺട്രോളറിനോട് ചോദിക്കാം 5 കിലോ വേണമെന്ന്. 5 കിലോ ഒന്നും വേണ്ട, 5 കിലോയുടെ അല്ലേ, ഇത് ചുമന്നുകൊണ്ട് അങ്ങ് വരെ പോകുന്നതാണ് പാട്. വെയിറ്റ് ഗൈസ്, നമുക്ക് ചോദിക്കാം. അവിടെ വലുതാ ഗൈസ്, നമ്മളവിടുന്ന് സാധനം വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് കേട്ടോ, കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ്. നോർമലി ഇപ്പോൾ ഞങ്ങളൊരു ബ്രെഡ് മേടിക്കാൻ വേണ്ടി എടുത്തപ്പോഴേ, ബ്രെഡാണെങ്കിൽ നോർമലി നമ്മൾ നെസ്റ്റോയിന്നോ അല്ലെങ്കിൽ ലുലുവിന്നോ ഒക്കെ വാങ്ങുന്നത് 3 ദിറംസ് അല്ലെങ്കിൽ 4 ദിറംസ് ഒക്കെ മാക്സിമം വരാറുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ബസ് കയറിയിട്ടേ ഒരു കടയിലേക്ക് കയറിയിട്ട് അവസ്ഥയിൽ ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ച്, ചായ കുടിക്കുന്നതിനിടയിൽ എൻ്റെ ഈ മൈക്കിൻ്റെ ചാർജ് തീർന്നത് കാരണം ഞാനത് ബസ്സിലൊന്ന് ചാർജ് ചെയ്തായിരുന്നു. അത് കണക്ട് ചെയ്തതിന് ശേഷം എൻ്റെ മൈക്ക് എന്തോ അങ്ങോട്ട് സെറ്റായില്ല, വർക്കായില്ലായിരുന്നു.
പക്ഷെ അതിനകത്ത് നിയാസ്മോൻ്റെ കുറച്ച് എന്താ പറയുന്ന നിയാസ്മോൻ്റെ ഒറിജിനൽ ഇതിൽ നിന്നും നുള്ളിയെടുത്ത കുറച്ച് ഏടുകളൊക്കെ ഉണ്ടായിരുന്നു. പഫ്സൊക്കെ സീനുണ്ടായിരുന്നു. അത് ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിയാസ്മോൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഗൈസ്. പക്ഷേ ഇഫ് ഇറ്റ് പോസിബിൾ ഞാനായിരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ സൗണ്ടിനകത്ത് നിയാസ്മോനെ പഫ്സ് ഇങ്ങനെ വെച്ചോണ്ട് സീൻ ഇങ്ങ് പപ്സിനെ കുറിച്ച് 2 വാക്ക് പറ പ്ലീസ്. സുബിൻ ഷാക്ക് സന്തോഷം വരട്ടെ. നിങ്ങൾ ഇച്ചിരി നേരം ഒന്ന് ക്യാമറയിലൊന്ന് സ്റ്റില്ലായിട്ട് നില്ല. സുബിൻ ഷായ നാട്ടിലേക്ക് വരുമ്പോഴേക്ക് അത് പേഴ്സണലി കാണും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡബ്സ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് അതായത് ക്യുസൈസിൽ നമുക്ക് എത്താം. എന്താ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ? ഇത്രയും നീചമായ മനസ്സാണ് ഇങ്ങേരുടെ. നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടോ? നിന്നെ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഡബ്സ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി നമുക്ക് ക്യുസൈസിൽ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് പറ്റിയൊരു 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആ വെസ്റ്റ് ഫോറിൽ കയറിയത് കുറച്ച് ഇതായിപ്പോയി, കാരണം സമയവും പോയി. രണ്ടാമതെന്ന് വെച്ചാൽ സാധനങ്ങൾക്ക് എന്ന് വെച്ചാൽ നല്ല എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ അടുത്തൊക്കെ വരുന്ന സൂപ്പർ മാർക്കറ്റിനൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കൂടുതലാണ്. അത് മറ്റേ ഒയാസിസിൻ്റെ എന്തോ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അണ്ടറിൽ വരുന്ന നമ്മൾ ഡബ്സയിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്യുസൈസ് ഓക്കെ മെട്രോ വരാനായി. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇത് നമ്മൾ കറക്റ്റ് സെൻറ്ററിലാണ് ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മെട്രോ വരും. യെസ്, നമ്മുടെ മെട്രോ വന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇച്ചിരി തിരക്കുള്ളൂ കേട്ടോ. ഓഫീസൊന്നും അങ്ങനെ ഇതായില്ലല്ലോ നമുക്ക് കയറാൻ. നമുക്കിപ്പോൾ പുറത്തേക്ക് നമുക്ക് വെളിച്ചം കാണാൻ പറ്റും. ഇച്ചിരി നേരമേ ഉള്ളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് തികച്ചില്ല. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അൽത്തവാർ സെൻറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം ടഫ്സേന്ന് ക്യുസൈസിലോട്ട് പോകുന്ന ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ക്യുസൈസ്. അവിടെ പ്ലെയിൻ കിടക്കുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല പ്ലെയിൻ. ഇത് കാണാൻ പറ്റുന്നില്ല. അവിടെ ചിറക് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാണാം. നമ്മളിതുവഴി നടന്നൊക്കെ പോയി. നിയാസ്മോൻ ഇറങ്ങാൻ ശുഷ്കാന്തനായി നിൽക്കുന്നു. വേറൊരു മെട്രോ നമ്മളിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ടായി. പക്ഷെ ഇത് കാണാൻ പറ്റാത്ത എന്താ കാണാൻ പറ്റും. നമ്മളെത്താനായി, നമ്മളെ വീടെത്താനായി. പെട്രോൾ പമ്പ് കഴിഞ്ഞു. الأبواب سوف تفتح من جهة اليمين. The next station is Al-Qusais. Doors will open on right hand. പഞ്ചൗട്ട് ചെയ്തതാണ് മുഹമ്മദ് നിയാസ്. പഞ്ചൗട്ട് ചെയ്തതാണ് ജിഞ്ചം പടപടില്ല പടപട. ഞാൻ എന്തോ ഒരു കഥ പറഞ്ഞെന്ന് അറിയോ, പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കിയില്ല. എൻ്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നിനക്ക് എന്താ ഞാൻ പറയാനുള്ളത്? ചക്ക് കളിക്കല്ലേ? പറ പറ പറ. ഞാൻ ഞാൻ കുറേ നല്ല മൊമെന്റ്സ് ചെയ്തു. ഞാനങ്ങ് ആകപ്പാടെ കുളമായിരിക്കുന്നു. ജസ്റ്റ് ഒരു ദിവസം വയ്യാതായതേ ഉള്ളൂ. മോശമായി. ഞാൻ സുന്ദര തന്നെയാണ്. ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഒരു വീഡിയോയിലുണ്ട്, പക്ഷേ ആ വീഡിയോ ഇതുവരെ റിലീസായിട്ടില്ല. ഇത് നോക്കിക്കേ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചെടുത്ത ഈ സംഭവം എനിക്കിങ്ങനെ അവരുടെ ഒരു മൈന്യൂട്ട് കൺസിഡറേഷൻസ് ഒക്കെ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടവിടെ. സോ ഗൈസ്, അപ്പം നമ്മളിനി കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് നമ്മളെ വില്ല എത്താനായി. ഓക്കെ, അപ്പം ഇന്നപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യം ഇന്ന് ഉദ്ദേശിച്ചിറങ്ങിയ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. എന്നാലേ നമുക്ക് നാളെ ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്ന് സൈൻ ഔട്ട് പറഞ്ഞ നിയാസ്മോനാണ്. ഓക്കെ വൈസ് പറ എന്ത് പറയാനും സ്റ്റക്കായിട്ട് നിൽക്കും. ശരി, ഓക്കെ ഗൈസ്, ബൈ.
ബൈ പറ ബൈ ബൈ